പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപയ്ക്കുമേലെ കൃപയാൽ നിറയ്ക്കുന്ന പരമകാരുണികനായ തമ്പുരാനെ, നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ വീണ്ടും നമ്മളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് വലിയ നന്ദിയുള്ള ഹൃദയമോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.
ഒരു നിമിഷം നമുക്ക് നമ്മുടെ പഴയകാല ജീവിതങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു കൈക്കുഞ്ഞായി അപ്പൻ്റെയും അമ്മയുടെയും ചൂട് പറ്റിക്കൊണ്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന നല്ല ദിനങ്ങൾ. രാവിലെ ഉറക്കം തെളിഞ്ഞെഴുന്നേൽക്കുമ്പോൾ അപ്പൻ്റെ നെഞ്ചോട് ചേർന്ന് കണ്ണു തുറന്ന് വന്നിരുന്ന ആ കൊച്ചു ജീവിതങ്ങൾ എത്ര മനോഹരമായിരുന്നു ആ കാലഘട്ടം. പള്ളിയിലേക്ക് അമ്മയുടെ കയ്യിലും തൂങ്ങിക്കൊണ്ട് ഓടി വന്നിരുന്ന കാലഘട്ടം. അമ്മയോടൊപ്പം ദേവാലയത്തിൽ മുട്ടുകുത്തി ആദ്യമായി അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ ആ കാലഘട്ടം. എന്ത് സന്തോഷമായിരുന്നു. അൾത്താരയിൽ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ ദൈവം എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വന്ന ആ കാലഘട്ടം. നമ്മുടെ നെറ്റിയിലും അധരത്തിലും ഹൃദയത്തിലും കുരിശ് വരച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ പഠിച്ചു തുടങ്ങിയ കാലഘട്ടം. വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിൽ എത്ര സന്തോഷത്തോടെയാണ് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഓടി വന്നത്. ഒരു കൂട്ടുകാരനെ പോലെ, ഒരപ്പനെ പോലെ, ഒരമ്മയെ പോലെ ഈശോയെ നമ്മൾ നോക്കിക്കണ്ട് പഠിച്ച് വിളിച്ച് വളർന്ന ആ കാലഘട്ടം. സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളുകൾ. വിശ്വസ്തയോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച സമയങ്ങൾ. പയ്യെ പയ്യെ തെറ്റിപ്പോയെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് വീണ്ടും ഉറക്കെ ചൊല്ലിയ പ്രാർത്ഥനകൾ. ആവേശത്തോടെ പാടിയ പാട്ടുകൾ. നാവിന് മധുരമായി നമ്മൾ സ്വീകരിച്ച ഈശോയുടെ തിരുശരീരവും രക്തവും. എത്ര സന്തോഷത്തോടെയാണ് ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ വിശുദ്ധ ബലിയുടെ മുൻപിൽ നമ്മളെല്ലാവരും പോയി നിന്നത്. കാലം കുറെ മുൻപോട്ട് നീങ്ങിയപ്പോൾ പഠിച്ച പ്രാർത്ഥനകൾ എവിടെ പോയി? ഏറ്റുപറഞ്ഞ വിശ്വാസങ്ങൾ എവിടെ പോയി? ചെറിയ കുഞ്ഞിൽ നിന്നും വലിയ മനുഷ്യനിലേക്ക് എപ്പോഴാണ് നമ്മൾ വളർന്നത്? എവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നാവിൽ നിന്നും നമുക്ക് നഷ്ടമായത്? വലിയ വലിയ പാപങ്ങളിലേക്ക് പയ്യെ പയ്യെ തട്ടി വീണു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായി. ആഗ്രഹിക്കാത്ത പാപങ്ങളിലേക്കും ഒട്ടും ചിന്തിക്കാത്ത ബന്ധങ്ങളിലേക്കും നമ്മൾ പോയി പെട്ടത് എപ്പോഴാണ്? നമ്മുടെ വിശ്വാസം അതിൻ്റെ കെട്ടുകളഴിഞ്ഞ് കൂപ്പുകുത്തി നമ്മൾ ഓരോരുത്തരും വീണത് എപ്പോഴാണ്? നമ്മൾ വീണിട്ടില്ല. കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഒട്ടും ദൂരത്തേക്ക് നമ്മൾ പോയിട്ടില്ല. മടങ്ങി വരാൻ കാത്തിരിക്കുന്ന
ഒരു നല്ല തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. എൻ്റെ സങ്കേതമായ ദൈവമേ, എൻ്റെ കോട്ടയായ ദൈവമേ, എൻ്റെ ഈ കൊച്ചു ജീവിതത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. ക്ഷേമിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. പൊന്നുതമ്പുരാനെ വളർന്നു വന്നപ്പോൾ ചില പാപങ്ങൾക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് ചില പാപങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം വീണുപോയപ്പോൾ നിന്നിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ കൈകളും എൻ്റെ കാലുകളും പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയപ്പോൾ എവിടെയൊക്കെയോ നിന്നെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. എവിടെയൊക്കെയോ എൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് കൈവിട്ടുപോയി. എൻ്റെ പഴയകാല ജീവിതം എനിക്കൊരു ഓർമ്മയായി മാത്രം മാറിക്കൊണ്ടിരുന്നു. പാപത്തിലേക്ക് നടന്നകന്ന, ആഗ്രഹിക്കാത്ത പാപങ്ങളിലേക്ക് ചെന്നുപോയ ദിനങ്ങളെ ഞാൻ ഇന്ന് ഓർക്കുന്നു. എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത വിധത്തില് ആ പാപത്തിന്റെ ബന്ധനത്തില് ഞാൻ വീണുപോയ നിമിഷങ്ങളെ ഇപ്പോൾ ഓർക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തില് ഞാൻ വീണു പിടഞ്ഞപ്പോൾ എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത വിധം ഞാൻ ആ ബന്ധനത്തിൽ പെട്ടുപോയപ്പോൾ കർത്താവേ, നീ കൃപയായി നൽകിയ ഈ ജീവിതം എനിക്ക് പയ്യെ നഷ്ടമായി തുടങ്ങി. എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. തിരിച്ചു വരണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചെങ്കിലും പലപ്പോഴും തമ്പുരാനെ നിന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിക്കാതെ പോയി.
എൻ്റെ തെറ്റായ ബന്ധങ്ങളും വാക്കുകളും നോട്ടങ്ങളും എന്നിലെ കൃപയും അനുഗ്രഹവുമെല്ലാം മൂടിക്കളഞ്ഞു. ഈശോയെ, നീ എനിക്ക് തുണയായി വരണമേ. ഈശോയെ, നീ കൃപയായി വരണമേ. അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ എന്നിലേക്ക് ഒഴുക്കണമേ. പച്ചകെട്ടു പോകുന്ന എൻ്റെ ജീവിതത്തിൽ കൃപകളാൽ ധന്യമാക്കണമേ. ഞാൻ മിഴികൾ പൂട്ടി ധ്യാനിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾ എനിക്കെപ്പോഴാണ് നഷ്ടമായത്? എൻ്റെ കൃപകൾ എനിക്കെവിടെയാണ് നഷ്ടപ്പെട്ടത്? തെളിച്ചമില്ലാത്ത നക്ഷത്രമായും വെള്ളമില്ലാത്ത മേഘമായും ഞാൻ എപ്പോഴാണ് മാറിപ്പോയത്? ഒരു ധൂർത്തപുത്രനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ഏതൊക്കെ കുഴികളിലാണ് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയത്? കൃപകളിലേക്ക് എന്നെ വിളിക്കണമേ. അനുഗ്രഹങ്ങളിലേക്ക് എന്നെ കൂട്ടിച്ചേർക്കണമേ. തകർന്നു പോയ എൻ്റെ ജീവിതത്തിൽ വീണ്ടും അനുഗ്രഹത്തിന്റെ ചാലുകൾ ഒഴുക്കി എന്നെ സംരക്ഷിക്കണമേ. നീ തന്ന ഈ ജീവിതം വിശുദ്ധിയില്, വിശ്വസ്തതയില്, സത്യസന്ധതയിൽ ജീവിക്കുവാനുള്ള പ്രകാശം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ എന്നെ നിറയ്ക്കണമേ. ഒരു ധൂർത്തപുത്രനെ പോലെ ദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മടിത്തട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞായി എന്നെ മാറ്റണമേ. വളർന്നപ്പോൾ പല വഴിയിൽ നടന്നു കുരിശുവര ഞാൻ മറന്നുപോയി. വളർന്നപ്പോൾ പല വഴിയിൽ നടന്നു കുരിശുവര ഞാൻ മറന്നുപോയി. സ്തുതികൾ ചൊല്ലിയ നാവിനാൽ പലരെ ദൂഷണം പറഞ്ഞു ഞാൻ പാപിയായി. തൂമഞ്ഞിൻ വെണ്മയും വിശുദ്ധിയും ഏറെ ഞാൻ നിന്നിൽ നിന്നകന്നു ഏറെ ഞാൻ നിന്നിൽ നിന്നകന്നു അമ്മ മടിയിലിരുത്തി വിരല കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരല കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയെ, തിരിച്ചു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാപമംഗലമായ ജീവിതങ്ങളെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങിലേക്ക് തിരിച്ചു മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു മകനായി എന്നെ മാറ്റണമേ. ധൂർത്തപുത്രനെ പോലെ മറ്റെല്ലാം ഉപേക്ഷിച്ച് സ്നേഹനിധിയായ പിതാവിലേക്ക് ഓടിച്ചെല്ലാൻ കൊതിക്കുന്ന ഒരു ഹൃദയം അവനിലുളവായ പോലെ എന്നിലും ഒരു ഹൃദയം വെച്ച് പിടിപ്പിച്ചു തരണമേ. എൻ്റെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റണേ.
എൻ്റെ അയോഗ്യതകളെല്ലാം യോഗ്യതകളാക്കി മാറ്റണമേ. എൻ്റെ ബലഹീനതകളെല്ലാം കൃപകളാക്കി മാറ്റണമേ. നിന്നിലേക്ക് ഓടി വന്ന് നിന്റെ ചാരയിരുന്ന് നിന്നോട് ചേർന്നിരുന്ന് നിന്റെ ചൂട് പറ്റി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥമായിട്ട് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ നല്ല അപ്പനായ ഈശോയുടെ ഹൃദയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. ചൂടിൽ വീണുറങ്ങ ഒരു പൈതലായി ഞാൻ എന്നീശോ നിന്നിലലിയുവാൻ ഞാനിതാ, നിന്നിലലിയുവാൻ ഞാനിതാ. എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോ. നമുക്കെല്ലാവർക്കും ഹൃദയങ്ങളെ ഈശോയ്ക്ക് മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമായി
അടിയനിതാ